എടിയേ പുതിയ ആൽവക്കാരെത്തിയെന്നാ തോന്നുന്നത്. സാധനങ്ങളൊക്കെ ഇറക്കുന്നുണ്ട്. ആ ശാന്തമ്മ ചേച്ചി പറഞ്ഞായിരുന്നു ഇന്ന് വരുന്നു. എവിടെ? ഞാനൊന്ന് മതിലിനടുത്ത് എന്ന് നോക്കട്ടെ. എങ്ങനെയുള്ള കൂട്ടങ്ങളാണെന്ന് അറിയാലോ. പഴയ മാഷൻ ടീച്ചറെ പോലെ ആയിരുന്നേ മതിയായിരുന്നു. താനിക്ക് വേറൊരു പണിയില്ലടി. അവരിങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. സമയമുണ്ടല്ലോ പരിചയപ്പെടാൻ. ഓ ഒരു നല്ല കാര്യം പറഞ്ഞ അപ്പം അങ്ങേരും ഉടക്കം കൊണ്ട് വന്നോളൂ. മാനസിക എറിവിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. ഒവ്വ ചൂടോടെ ന്യൂസ് പിടിക്കാനാ, അല്ലാതെ വേറൊന്നിനുണ്ട. അവിടെ ഒരു ശുഷ്കാന്തി. രമേശൻ പത്രത്തിലേക്ക് കണ്ണു നട്ടു. അയാൾ ജോലിക്ക് പോകുന്നവരെ ഒളിഞ്ഞും തെളിഞ്ഞ അയൽപ്പക്കത്തേക്ക് കണ്ണെറിയുന്ന മാനസിക കണ്ട് അയാൾ ചിരിയടക്കി. ഈ പെണ്ണുങ്ങളുടെ ഒരു കാര്യം. വൈകിട്ട് ജോലി കഴിഞ്ഞു വന്ന രമേശിനെ നോക്കി ഉമ്മറത്തിന്റെ മനസ്സിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ദേ രമേശ് ചേട്ടാ, അയൽവക്കത്ത് വന്നിരിക്കുന്നേ അത്ര ഡീസന്റ് ആളുകളൊന്നും അല്ല കേട്ടോ. ശാന്തമ്മ ചേച്ചിയാ പറഞ്ഞേ. രമേശിന്റെ ബാഗ് കയ്യിൽ നിന്ന് വാങ്ങി മാനസി പറഞ്ഞു തുടങ്ങി. എൻ്റെ ഭാര്യയെ ഞാനൊന്ന് കുടുംബത്തോട് കയറട്ടെ. കുളിച്ചു വന്നിട്ട് പോരെ പരദൂഷണം പറച്ചില്. ഓ അല്ലെങ്കിൽ നമ്മൾ കൊള്ളരുതാത്തവള് പരദൂഷണക്കാരി. അയ്യോ വേണമെങ്കിലടി എന്നാ പറ, എന്താ അവിടെ കുഴപ്പം? അയാൾ മാനസിയുടെ താടിയിൽ പിടിച്ച് ചോദിച്ചും അവളുടെ പരിഭവം മാറി ഉഷാറായി. അവിടെ താമസിക്കാൻ വന്നിരിക്കുന്നേ ഒരു പെണ്ണും പിള്ളയാ. കെട്ടിയവനുണ്ടോ ഇല്ലേന്നൊന്നും അറിയില്ല. പക്ഷേ മൊത്തത്തിലൊരു വശപ്പശക്ക് സെറ്റപ്പാണെന്ന്. ഒരു സുന്ദരി കോതയാ. പരിചയപ്പെടാൻ ചെന്ന ശാന്തമ്മ ചേച്ചി അത്രയ്ക്ക് അങ്ങോട്ട് അടുപ്പിച്ചില്ലെന്ന്. കാണാൻ ഇച്ചിരി ചന്തമുള്ളതിൻ്റെ അഹങ്കാരമായിരിക്കും. അപ്പൊ ഇനി കുറച്ചു നാളത്തേക്ക് നിങ്ങൾ പെണ്ണുങ്ങൾക്ക് സഭ കൂടെ ഒരു വിഷയമായല്ലോ. രമേശൻ പറഞ്ഞതും മാനസി മുഖം വീർപ്പിച്ച് അകത്തേക്ക് പോയി. രമേശൻ ചിരിച്ചുകൊണ്ട് കുളിമുറിയിലേക്ക് കയറി. നിങ്ങൾ എന്താ മനുഷ്യ രാവിലെ പതിവില്ല ഇവിടുന്ന് പല്ലിയേക്കുന്നേ? ഞാനിടയ്ക്ക് ഇവിടുന്ന് പല്ലിയേക്കാറുള്ളതാണല്ലോ. സത്യം പറ മനുഷ്യ, നിങ്ങൾ ആ സുന്ദരിക്കോതയെ കാണാൻ നിന്നല്ലേ ഇവിടെ? എൻ്റെ ഭഗവാനെ, ഞാനിനി ഏരിയയിലേക്ക് വരുന്നില്ല. പോരെ, നീ വെറുതെ ഇല്ലാവചനം പറഞ്ഞുണ്ടാക്കല്ലേ. അയാൾ ബ്രഷുമെടുത്ത് അകത്തേക്ക് പോയി. ഒരാഴ്ചയ്ക്ക് ശേഷം ഓഫീസിലേക്ക് പോകാൻ ഡ്രസ് ചെയ്യുകയായിരുന്നു രമേശൻ. മനുഷ്യ, ആ പെണ്ണുപിള്ളക്ക് ഏത് അവനുമായിട്ടൊക്കെ ഇടപാടുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ആർക്കേ വന്നു പോകുന്നുണ്ട്. ശാന്തമ്മ ചേച്ചി പറഞ്ഞ ഇവളൊക്കെ പെണ്ണുങ്ങളുടെ വിലകളയല്ലോ ഭഗവാനെ. ഒത്തിരി കേട്ട് മടുത്തുകൊണ്ട് രമേശൻ ഇപ്പോൾ മറുപടി അറിഞ്ഞ് നിർത്തിയിരുന്നു. ഇനി ഇങ്ങനെ ചരട് വലിച്ച് തുടങ്ങിയോൻ്റെ ഈശ്വര, എന്താ മറുപടിയൊന്നും പറയാതിരുന്നേ? അയാളൊന്നും മിണ്ടാ പോകുന്നുണ്ട് മാനസി സ്വയം പറഞ്ഞു പോയി. ഏട്ടാ, അവരുടെ കെട്ടിയവൻ ജയിലിൽ കിടന്ന് ചത്തുപോയതാണെന്ന്. അപ്പൊ കള്ള കൂട്ടങ്ങളാവും. എന്നാലും എന്തിനാണ് അയാളെ പോലീസ് പിടിച്ച്? എൻ്റെ പൊന്നു മനസ്സിൽ നീ ഒന്ന് ഉറങ്ങുമോ? എനിക്ക് രാവിലെ ജോലിക്ക് പോകാനുള്ളതാ. കട്ടിൽ കിടന്നുകൊണ്ട് അയൽക്കാരിയുടെ വിശേഷം പറയുകയായിരുന്ന മാനസി ദേഷ്യപ്പെട്ട് തിരിഞ്ഞിടന്നു. പിറ്റേന്ന് വൈകിട്ട് അയൽക്കാരിയുടെ വീട്ടിൽ പോലീസിനെ കണ്ട് രമേശൻ വിവരം മനസ്സിലാവാതെ നോക്കി നിന്നു. ആ പെണ്ണൊരുത്തനെ കൊന്നെന്ന് അവിടെ വീട്ടിൽ വിളിച്ചു വരുത്തി വെട്ടിയാന്നാ പറഞ്ഞേ. കൊന്നെന്നോ? ആരെയാ? അതൊന്നും അറിയില്ല. അവിടെ വളരെ രസിക്കാരിയാവുള്ളൂ. ഒരു കൂസലില്ലാതെ പോലീസ് കൊണ്ടുപോകുമ്പോൾ അവൾ കൂടെ പോയതെന്നാ ശാന്തമ്മ ചേച്ചി പറഞ്ഞ്. എന്തെങ്കിലും ആവട്ടെ, നീ ചായ എടുക്ക്. അയാൾ ആ വീട്ടിലേക്ക് ഒന്നുകൂടി നോക്കി ദീർഘമായി നിശ്വസിച്ചു. രമേശ് ചേട്ടാ, നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമില്ല കാര്യങ്ങള്. എന്തു പറ്റി? 2 ദിവസമായിട്ട് ശാന്തമ്മ ചേച്ചി കാണാത്തോണ്ട് അന്വേഷിച്ച് ചെന്നപ്പോഴാ വിവരങ്ങളെല്ലാം അറിയുന്നേ. ആ പെണ്ണ് അവള് നല്ലവളായിരുന്നു രമേശ് ചേട്ടാ. നീ വളരെ മോശമായിട്ടല്ലേ ഇത്ര നാൾ അവളെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇപ്പം എന്താ ഇങ്ങനെ പറയാൻ? രമേശ് ചേട്ടാ, അവള് വെട്ടിക്കൊന്നൊരു വൃത്തിയിട്ടവനെയായിരുന്നു. ശാന്തമ്മ ചേച്ചിയുടെ മോളിട്ട് ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു. അവളുടെ ഫോട്ടോ എടുത്ത് മോശം സൈറ്റുകളിൽ ഇടുന്ന അവൻ ഭീഷണിപ്പെടുത്തി ആ കൊച്ചിനെ. അവൻ അവളെ വഴിയിൽ പിടിച്ചിർത്തി കരയ്ക്കുന്നുണ്ട്. ആ പെണ്ണവളോട് വിവരങ്ങൾ തിരക്കിയത്. വലിയ കൊമ്പത്തെ രാഷ്ട്രീയക്കാരൻ്റെ മകനായതുകൊണ്ട് തന്നെ നിയമത്തിന് വിട്ടുകൊടുത്ത് അവൻ സുഖമായിട്ട് രക്ഷപ്പെട്ടു പോരുന്ന അവൾക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാ തന്ത്രപൂർവ്വം അവൾ ശാന്തമ്മ ചേച്ചിയുടെ മോളെ കൊണ്ട് ആ പയ്യനെ വിളിച്ചു വരുത്തിച്ച് കൊന്നുകളഞ്ഞ്. എന്നാലും അവരെന്തിനാ അങ്ങനെ? അവരൊരു പട്ടാളക്കാരൻ്റെ ഭാര്യയിരുന്ന ഏട്ടാ. രാജ്യത്തിന് വേണ്ടി പൊരുതി ശത്രു രാജ്യത്തെ ജയിലിൽ കിടന്ന് മരണം വരിച്ചൊരു പട്ടാളക്കാരൻ്റെ ഭാര്യ. പെണ്ണിൻ്റെ മാനത്തിന് വില പറയുന്നതിന് വെട്ടി നുറുക്കിക്കൊല്ലണമെന്നാ അവൾ ശാന്തമ്മ ചേച്ചിയുടെ മോളോട് പറഞ്ഞ്. കൂടുതൽ വിവരങ്ങൾ പുറത്തറിഞ്ഞ് ആ മോളുടെ ഭാവി അവതാളത്തിലാവുന്ന ഓർത്താ അവർ കുറ്റം മുഴുവൻ സ്വമേധയെ ഏറ്റെടുത്ത്. അവരെക്കുറിച്ച് ഇല്ലാവചനങ്ങൾ ഒത്തിരി പറഞ്ഞു കൊടുത്ത് ശാന്തമ്മ ചേച്ചി പൊട്ടിക്കറിയായിരുന്നു. എല്ലാം കഴിഞ്ഞ മകളത് അവരോട് പറഞ്ഞു എന്ന്. സ്വന്തം കുടുംബം നോക്കാതെ അന്യൻ്റെ കാര്യം നോക്കി ഇനി ഒരിക്കലും നടക്കില്ലെന്ന് അവർ പറഞ്ഞ്. ഇനിയെങ്കിലും നീ ഒന്ന് മനസ്സിലാക്കണം. അന്യൻ്റെ മനസ്സിലാൻ ജനലിലൂടെ ഒളിഞ്ഞു നോക്കിയോ മറ്റുള്ളവരുടെ വാക്കുകൾക്കല്ല ചെയ്യേണ്ടത്. അതിന് കുറച്ചൊക്കെ വകതിരി വേണം. ഒരു പെണ്ണ് ഒറ്റയ്ക്ക് ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ ആകാശം ഇടിഞ്ഞു വീഴിയൊന്നുമില്ല. അത് നിന്നെ പോലുള്ള ചില കുശുമ്പികൾക്ക് തോന്നുക അവർ മോശക്കാരാണെന്ന്. മനസ്സിലായോടി? അയാൾ അവളുടെ തലയിലൊരു കൊട്ടുകൊടുത്തു. ഓവ്, മനസ്സിലായി ഏട്ടാ. അവൾ തല തടവിക്കൊണ്ട് അകത്തേക്ക് പോയി. 1 മാസം കഴിഞ്ഞൊരു പ്രഭാതം. രമേശ് ചേട്ടാ, അപ്പുറത്ത് പുതിയ ആൾക്കാർ വന്നു. ഇച്ചിരി കൂടിയ എന്നാണെന്നാ തോന്നുന്നത്. കുടിച്ചുകൊണ്ടിരുന്ന ചായ പകുതിക്ക് നിർത്തി രമേശൻ തലയിൽ കൈവച്ചു. ഈശ്വര, ശങ്കരൻ വീണ്ടും തെങ്ങേ തന്നെയാണല്ലോ.